ക്ഷമ ഏറ്റവും വലിയ ആയുധവും മൗനം ഏറ്റവും വലിയ പ്രതികാരമാണെന്ന് പറഞ്ഞാലും ഇന്നത്തെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെടുന്നത് ക്ഷമിക്കുന്നവനും മൗനം പാലിക്കുന്നവനും തന്നെയാണ്. ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടും തിരിച്ചറിയാതെ പോകുന്ന സ്നേഹം എന്നും മനസ്സിൻ്റെ നൊമ്പരമാണ്. വിജയം രണ്ട് രീതിയിലൂടെയാണ് ഉണ്ടാകുന്നത്. ഒന്ന് കഠിനാധ്വാനത്തിലൂടെ, മറ്റൊന്ന് ആകസ്മികമായി. നല്ല ഭാവിയെക്കുറിച്ച് ചിന്തയുള്ളവൻ വർത്തമാനകാലത്തിലെ തൻ്റെ മോശം പ്രവൃത്തികളെ നിയന്ത്രിക്കും. എല്ലായ്പ്പോഴും ജീവിതം നമ്മൾ വിചാരിക്കുന്നത് പോലെയാകണമെന്നില്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ ഈ ജീവിതത്തിന് ഒരു ഭംഗിയും ഉണ്ടാകുമായിരുന്നില്ല. ഒരു കാര്യത്തെപ്പറ്റി നിങ്ങൾ സത്യം പറയുകയാണെങ്കിൽ പിന്നീട് അത് ഓർത്തു പറയേണ്ട ആവശ്യം വരില്ല. നമുക്ക് പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ വെളിച്ചം മാത്രമാണ് ഇല്ലാതാകുന്നത്. മറ്റെല്ലാം പഴയതുപോലെ തന്നെ. കഠിനാധ്വാനം ചെയ്ത വിയർപ്പിൻ്റെ ദുർഗന്ധത്തിൽ നിന്നാണ് വിജയത്തിൻ്റെ മധുരഗന്ധം ഉണ്ടാകുന്നത്. ഒരു കാര്യം നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നില്ലെങ്കിലും കഴിയില്ലെന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. ഒറ്റ രാത്രിയിലെ വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് മറ്റനേകം രാത്രികൾ ചിലവഴിക്കേണ്ടി വരും. ഒരു സ്ത്രീയുടെ പിൻകഴുത്തിൽ മൃദുവായി ചുംബിക്കുന്നത് അവളിൽ പെട്ടെന്ന് വികാരമുണ്ടാക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. ചിരിക്കാൻ ഉള്ള 1000 കാരണങ്ങളുണ്ടെങ്കിലും കരയാനുള്ള ഒറ്റ കാരണം മതി നമ്മുടെ സന്തോഷമെല്ലാം ഇല്ലാതാകാൻ. ലോകത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കി അത് തിരുത്തുക എന്നതും ഏറ്റവും എളുപ്പമുള്ള കാര്യം മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി അവരെ കുറ്റപ്പെടുത്തുക എന്നുള്ളതുമാണ്. നമ്മൾ പറയുന്ന സത്യത്തേക്കാൾ ഈ ലോകം വിശ്വസിക്കുന്നത് നമ്മളെക്കുറിച്ച് മറ്റൊരാൾ പറയുന്ന കള്ളത്തെയാണ്. നഷ്ടങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ നേട്ടങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മുന്നോട്ടു പോവുക. ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നീട് തിരിച്ചു പിടിക്കാൻ പ്രയാസമുള്ള ഒന്നാണ് വിശ്വാസം. ബുദ്ധിയുള്ളവർക്ക് അനുഭവങ്ങൾ എന്നും നല്ല ഗുരുവായിരിക്കും.